ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlusൻ്റെ ഇയർബഡ്സ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ OnePlus സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഒരു പാക്കേജിലാണ് വരുന്നത്. സോ നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം. സോ കവറിനകത്തൊരു ബോക്സ്, ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ്, അത് നമുക്ക് എടുക്കാം. അത്യാവശ്യം നല്ല പാക്കേജിംഗ് ആണ് അവർ നൽകിയിരിക്കുന്നത്. നമുക്ക് ആ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ ടിയർ ചെയ്തെടുക്കണം. സോ അതിനകത്ത് നമ്മൾ നേരെ നോക്കുമ്പോൾ തന്നെ OnePlus ഇയർബഡും ഇയർബഡിൻ്റെ ബില്ലും ഇരിക്കുന്ന കാണാം. സോ നമുക്ക് ഇയർബഡിൻ്റെ ബോക്സ് നമുക്കിനി എടുക്കാം. സോ ഇതുപോലെ ഒരു ബോക്സിനകത്താണ് ഇയർബഡ് വരുന്നത്. ഇനി ആ ബോക്സും അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പ് ഈ ബോക്സിൻ്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സൈഡിലായിട്ട് ഇതുപോലെ ബാസ് ബൂസ്റ്റ് എന്നും 20 hours ഓഫ് ബാറ്ററി ലൈഫ് എന്നും വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻറ്റും കംഫർട്ടബിൾ ആൻഡ് കൂൾ ഡിസൈനാണെന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ സീംലെസ് കണക്ഷനുമാണ്. സോ ഇനി നമുക്ക് ഈ ബോക്സ് അൺബോക്സ് ചെയ്യാം. സോ ബോക്സ് തുറക്കുമ്പോൾ തന്നെ OnePlusൻ്റെ ഇയർബഡ് കേസാണ് കാണുന്നത്. സോ അത് നമുക്ക് എടുക്കാം. എന്നിട്ട് ബോക്സിനകത്ത് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ പിന്നെ വരുന്ന ഒരു ചെറിയ ബോക്സാണ്, അത് നമുക്ക് എടുക്കാം. സോ ആ ബോക്സിനകത്ത് എൻജോയ് വിത്ത് യുവർ ബഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ആ ചെറിയ ബോക്സ് തുറന്ന് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അതിനകത്ത് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈഡും പിന്നെ കുറച്ച് ഇയർബഡ്സ്, 2 പെയർ ഇയർബഡ്സ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇത് ഇയർബഡ്സിൻ്റെ സ്റ്റാർട്ടിങ് ഗൈഡാണ്. സോ ഇനി ആ ബോക്സിനകത്ത് റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു കാർഡുണ്ട്. പിന്നെ സേഫ്റ്റി ആൻഡ് വാറൻറ്റി കാർഡും അതിനകത്തുണ്ട്. പിന്നെ ആ ബോക്സിനകത്ത് വരുന്നത് ഈ ഇയർബഡ്സിൻ്റെ ചാർജിങ് കേബിളാണ്. ടൈപ്പ് C കേബിളാണ് ഈ ഇയർബഡ്സിന് നൽകിയിരിക്കുന്നത്. ഇത്രയാണ് ഈ ബോക്സിനകത്ത് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇയർബഡ്സ് എടുത്ത് നോക്കാം. സോ ഇയർബഡ്സ് റാപ്പ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റിക്കർ, അത് നമുക്ക് റിമൂവ് ചെയ്യാം. സോ ഇതാണ് OnePlus Buds Zൻ്റെ കേസ്. ഇതാണ് OnePlus Buds. ഈ ഇയർബഡ്സിൻ്റെ വില 3000 രൂപയാണ്. നല്ല ക്യൂട്ട് ഡിസൈനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ചാർജിങ് ഇൻഡിക്കേറ്റർ ലൈറ്റ്. ബാക്കിൽ ഇതുപോലെ ടൈപ്പ് C പോർട്ടും ഉണ്ട്.
സോ ഈ ഇയർബഡ്സിൽ ഇൻബിൽഡായിട്ട് മൈക്രോഫോൺ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇയർബഡ്സും ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ബ്ലൂടൂത്ത് ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഫോണും ഇയർബഡ്സും ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. കണക്റ്റ് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ പിൻ ചോദിക്കും ഇയർബഡ്സിൻ്റെ. അപ്പോൾ ഇയർബഡ്സിൻ്റെ പിൻ അടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഇയർബഡ്സ് ഉപയോഗിച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാക്കപ്പ് കിട്ടുന്നുണ്ട്, ബാറ്ററി ബാക്കപ്പ്. പിന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നല്ലതാണ്, നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. നല്ല ക്ലിയർ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് സൗണ്ട് കിട്ടുന്നത്. പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ കടക്കുമ്പോഴൊക്കെ ചെവിയിൽ നിന്ന് ചില സമയത്ത് ഊരിപ്പോകുന്നുണ്ട്. സോ വലിയ ഇഷ്യൂസൊന്നും കേസിനും ഇയർബഡ്സിനൊന്നും ഇല്ല. സോ ഇതൊരു നല്ല ഇയർബഡ്സാണെന്ന് പറയാം, കാരണം വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്തുനിന്ന് 20 മണിക്കൂർ നമുക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് 10mm ബാസ് ഡ്രൈവർ ബൂസ്റ്റർ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ക്വിക്കായിട്ട് ഫോണുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് 3D ഓഡിയോ വിത്ത് ഡോൾബി അറ്റ്മോസ് വരെ നൽകിയിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ വരെ നമുക്ക് പ്ലേ ബാക്ക് ടൈമായിട്ട് കിട്ടുന്നു ഇതിനകത്തുനിന്ന്. പിന്നെ ഈ ഇയർബഡ് വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഈ ഇയർബഡ്സിൻ്റെ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ്. പിന്നെ ഇതിനകത്ത് ഡുവൽ മൈക്രോഫോൺസ് നൽകിയിട്ടുണ്ട്, നോയിസ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിന് 50 ഗ്രാമാണ് വെയിറ്റ്. നല്ലൊരു മ്യൂസിക് എക്സ്പീരിയൻസ് തരുന്ന ഒരു ഇയർബഡ്സ് തന്നെയാണ് ഈ ഇയർബഡ്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.